മധ്യത്തിൽ ഞാനുണ്ട്. ഐ ആം there in their midst. ഞാൻ അവരുടെ മധ്യത്തിൽ, there I am in the midst, അവിടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ വാക്യം 2 വാക്യത്തിൽ നിന്ന് വിശദീകരിക്കാം. സഭയെന്നുള്ള ആ വലിയ ദൈവിക പദ്ധതിയുടെ മുമ്പാകെ മുട്ടുകുത്തുകയല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത സത്യമാണ് ഇതുള്ള ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 22 എടുത്താട്ടെ. സങ്കീർത്തനങ്ങൾ 22. കർത്താവ് വാക്ക് പറഞ്ഞു, ഞാൻ അതിൻ്റെ മധ്യേ ഉണ്ട്. സങ്കീർത്തനങ്ങൾ 22. സങ്കീർത്തനം 22 നമുക്കറിയാം, ഇത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സങ്കീർത്തനമാണ്. അവൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിലുള്ള സങ്കീർത്തനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 1 തൊട്ട് 21 വരെയുള്ള വാക്യം, സങ്കീർത്തനം 22 1 തൊട്ട് 21 വരെയുള്ള വാക്യം, ദ ഹോളി സഫറർ ഈസ് അലോൺ. ആ വിശുദ്ധൻ തനിയെ കഷ്ടം അനുഭവിക്കുകയാണ്. അവൻ്റെ കൂടെ ആരുമില്ലേ. ദൈവനെ കൈവിട്ടു. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് ആദ്യത്തെ 21 വാക്യത്തിൽ ഈ വാസ് അലോൺ, അവൻ തനിയാണ്. എന്നാൽ 22 തൊട്ട് 31 വരെയുള്ള വാക്യമോ നമുക്ക് നോക്കാം. 22 വാക്യം നോക്കിയാട്ടെ. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. സ്തോത്രം. Now he is in the midst of his people. ഇപ്പോൾ അവൻ എവിടെയാണ്? ഒരിക്കലും അവൻ തനിച്ച് കഷ്ടം അനുഭവിച്ചു, പിതാവും അവനെ കൈവിട്ടു. എന്നാൽ 22 വാക്യം, അവന്റെ പുനരുത്ഥാന ശേഷം അവൻ എവിടെയാണ്? അവൻ സഭയുടെ മധ്യത്തിലാണ്. അവൻ സഭയുടെ മധ്യത്തിലാണ്. നമുക്ക് ഒരു ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അതുള്ള ബന്ധത്തിൽ എബ്രായലേഖനം 2:12 നോക്കിയാട്ടെ. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 2. ആ ഭാഗം എടുത്ത് കോട്ട് ചെയ്യുന്നു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എവിടെയാണ്? മത്തായി 18:20 എന്താണ് വായിച്ചത്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ട ഇടത്തിൽ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. അവനെവിടെയാണെന്ന് അറിയാമോ? സഭയുടെ മധ്യത്തിലാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ്, 2-3 പേർ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ടെന്നല്ല. അവൻ മധ്യത്തിലുണ്ടെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന ഏക പ്രതലം അവൻ കൂട്ടിവരുത്തിയ സ്ഥലസഭയാണ്. അവന്റെ സഭയാണ്. അവൻ കൂട്ടിവരുത്തിയ സ്ഥലസഭയിൽ അവൻ വാക്ക് പറഞ്ഞു, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞു. നോക്കുക, അവന്റെ പ്രസൻസ് ഈ കൂട്ടത്തിന് അവൻ വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രശ്നം. കൂട്ടം ചെറുതോ വലുതോ. ഏറ്റവും ചെറിയ കൂട്ടം എത്ര പേരാണെന്നറിയാമോ? 2 അല്ലെങ്കിൽ 3. അവൻ കൂട്ടിവരുത്തിയാണെങ്കിൽ അവരുടെ മധ്യത്തിൽ അവൻ ഉണ്ടെന്ന് വാക്ക് പറയുകയാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ സഭയെ സ്നേഹിച്ചവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വായിക്കുമ്പോൾ നാമും കർത്താവ് സ്നേഹിച്ചതിനെ സ്നേഹിപ്പാൻ കടംപെട്ടതാണ്. ഞാൻ ഒരു ഭാഗം കൂടെ ഇതുള്ള ബന്ധത്തിൽ എടുക്കാം എന്ന് മനസ്സിൽ തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം. വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു മഹത്വപൂർണമായ നിഴലാണ് പഴയ നിയമത്തിൽ അത് കാണുന്നത്. വളരെ പരിചയമുള്ള ഭാഗമാണ്. ബഥേൽ എന്ന് പറയുന്ന ആ സ്ഥലം, ഇത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭവനമാണെന്ന് പറഞ്ഞ ബഥേൽ. ആ ബഥേലിനുള്ള ബന്ധത്തിൽ നമുക്ക് ചില ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി 28-ന്റെ 10 തൊട്ട് 12 വരെയുള്ള വാക്യം. എന്നാൽ യാക്കോബ് ബർശബയിൽ നിന്ന് പുറപ്പെട്ടു, ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ചു. അവിടെ കിടന്നുറങ്ങി അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയും ഇരുന്നു. യെസ്, അതിന്റെ 16 തൊട്ടുള്ള വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. 19-ാം വാക്യം. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. വണ്ടർഫുൾ, വണ്ടർഫുൾ എന്നല്ലാതെ, അത്ഭുതകരമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ നിവൃത്തിയില്ലേ? നോക്കുക, യാക്കോബ് ഉറക്കമുണർന്നു. Surely the Lord is in this place. തീർച്ചയായിട്ടും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. കർത്താവ് ഈ സ്ഥലത്തുണ്ട്. ആ സ്ഥലത്തിന് അവൻ പേരിട്ടു. എന്താണ്? ബഥേൽ. സ്ഥലസഭ
വാസ്തവത്തിൽ ബഥേലാണ്. കാരണം എന്നാ? സ്ഥലസഭ മാത്രമേ അവൻ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ പ്രതലമുള്ളൂ, ഭൂമിയിൽ ഉള്ളൂ. യെസ്, ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഇവിടെ ദൈവമുണ്ട്, സത്യം. 1 കൊരിന്ത്യർ, ഇത് ചേർത്തൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം എടുത്താട്ടെ. ഇത് വാസ്തവത്തിൽ മനസ്സിലാക്കി കൂടുന്നൊരു സ്ഥലസഭയുണ്ടല്ലോ. ഇത് കർത്താവ് കൂട്ടിവരുത്തിയ സ്ഥലമാണ്, ഇത് ദൈവത്തിന്റെ ഭവനമാണ് എന്ന് അറിഞ്ഞ് എല്ലാ വ്യക്തികളും ഒന്നിച്ചു കൂടുകയാണെങ്കിൽ എത്ര ഭയത്തോടും ഭക്തിയോടും അവന്റെ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എത്ര ഭയഭക്തിയോടെ ഒരു സ്ഥലസഭയിൽ അവർ വർദ്ധിക്കും. അങ്ങനെ ഉള്ള ഒരു സ്ഥലസഭ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 24-25 വാക്യം നോക്കിയാട്ടെ. 14-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യം. എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ അവിശ്വാസിയോ ആത്മബലമില്ലാത്തവരോ അകത്തു വന്നാൽ എല്ലാവരും വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും, അങ്ങനെ അവൻ കവിണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഉണ്ട് എന്ന് ഏറ്റുപറയും, ഞാൻ ദൈവത്തെ നമസ്കരിക്കും. ദൈവിക ശുശ്രൂഷ, പാപബോധം വരുന്ന ദൈവ ശുശ്രൂഷ, ദൈവ സാന്നിധ്യം കൊരിന്ത്യ സഭ ആഹ് പ്രശ്നത്തിലായി മാറി. എന്നാൽ ദൈവ സാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞ് കൊരിന്ത്യ സഭ വാസ്തവത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ഈ വിധത്തിൽ കൂടി വന്ന് ദൈവജനം ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ അകത്ത് വരുന്ന ഒരു മനുഷ്യന് പറയുവാൻ കഴിയും, ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയും. ബഥേലിനെ സംബന്ധിച്ചതായിരുന്നു. സ്ഥലസഭയുള്ള ബന്ധത്തിൽ അതാണ്. ഇനി നമുക്ക് സംശയം തോന്നുന്ന ഒരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. നമ്മളൊക്കെ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ്. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് ഇവിടെ ഞാൻ വിടുകയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ കർത്താവിൻ്റെ അന്തിമമായ ദൗത്യം അവർക്ക് കൽപ്പിക്കുമ്പോൾ 16 തൊട്ടുള്ള വാക്യം. അവൻ 11 ശിഷ്യന്മാരെയും ഗലീലയിൽ യേശുവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തിലും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. ഈ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എന്നോട് കൂടെ ഉണ്ടെന്നാണോ? കർത്താവ് ഒരു സ്ഥലം കൽപ്പിച്ചാക്കി ശിഷ്യന്മാരോട് അവിടെ പോകുവാൻ കൽപ്പിക്കുകയാണ്. അതിൻ്റെ 10-ാം വാക്യത്തിലുണ്ട്, യേശുവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുവിൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. അവൻ കൽപ്പിച്ചാക്കിയ സ്ഥലത്തിൽ അവർ കടന്നുപോയി. ആ കൽപ്പിച്ചാക്കിയ സ്ഥലത്തിൽ കർത്താവിനെ അവർ കണ്ടു. അവർക്ക് അന്ത്യദൗത്യം കൊടുക്കുമ്പോൾ കർത്താവ് അവരോട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ. നിങ്ങളോടുകൂടെ ബഹുവചനമാണ്. എംഫസിസ് ഈസ് ഓൺ us. എന്നോടുകൂടെ എന്നല്ലേ, നിങ്ങളോടുകൂടെ എന്നാണ്. ഒരു സ്ഥലസഭയുള്ള ബന്ധത്തിൽ ആ വലിയ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒന്നെടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 1, അതിൻ്റെ 21-22 വാക്യം പരിചയമുള്ളതാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കണം. നോട്ട് വിത്ത് മീ ബട്ട് വിത്ത് us. ദൈവം എന്നോടുകൂടെ എന്നല്ല, ദൈവം നമ്മോടുകൂടെ. യെസ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എൻ്റെ ഉള്ളിലുണ്ട്. ഈ ശരീരത്തെ അവൻ്റെ ആലയമാക്കിയിട്ടുണ്ട്. എന്നിൽ ദൈവം വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സഭയുടെ ഗൗരവം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. ഞാൻ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഉണ്ടെന്ന് പുതിയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് അവൻ കൂട്ടിവരുത്തിയ ദൈവസഭയുടെ മധ്യത്തിൽ മാത്രം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഞാൻ ലോകാവസാനത്തിലുള്ള എല്ലാ നാളും നിങ്ങളോടുകൂടെ. കർത്താവ് ഇതാണ് പറഞ്ഞത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ട ഇടത്തിൽ ഞാൻ അവരുടെ മധ്യത്തില് ഉണ്ട്. നമ്മൾ ഓർത്തു, അത് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് കൂട്ടിയോജിപ്പിച്ച ഇടമാണ്. എത്ര മനോഹരമാണെന്ന് ഓർത്താട്ടെ. ഞാൻ അതിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും എടുക്കാതെ ആ ഭാഗം വിടുകയാണ്. ഒരു പ്രാദേശിക സഭ. ഇനി നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നു വരികയാണ്. ഇത്രയും വസ്തുതകൾ മനസ്സിലാക്കാതെ എന്താണ് സത്യാരാധന എന്നുള്ളത്
മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധ്യമല്ലേ? ഇനി നമുക്ക് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എടുക്കാം. വളരെ പരിചയമുള്ളതും വളരെ അറിയാവുന്നതുമായൊരു വേദഭാഗമാണ്. എങ്കിലും ഞാനത് വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഒരു ലോക്കൽ അസംബ്ലി. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാം വാക്യം അല്ലെങ്കിൽ 1-ാം വാക്യം മലയാളത്തില്, കൊരിന്ത്യയിലെ ദൈവസഭ. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ആ വാക്യത്തിന്റെ അർത്ഥമാണ്. കൊരിന്ത്യയിലെ ദൈവസഭ. ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു കൂട്ടം കൊരിന്ത്യയിലുണ്ട്. ആ കൊരിന്ത്യയിലെ ദൈവസഭ നാം തിരുവചനത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങള് ടെമ്പിൾ ഓഫ് ഗോഡാണ്. എന്നാൽ ഇവിടെ ഞാൻ എടുക്കാനിരിക്കുന്ന കാര്യം, മന്ദിരം എന്നുപയോഗിച്ചിരിക്കുന്നത് മലയാള ഭാഷയിൽ കുറച്ചുകൂടെ കൃത്യമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാല് ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ് എന്നാണ്. നമുക്കറിയാം, പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയില്. ഗ്രീക്ക് ഭാഷയിൽ ടെമ്പിൾ അല്ലെങ്കിൽ ദേവാലയത്തിന് 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഹീറിയോൺ, മറ്റേത് നാവോസ്. HIERON, ഹീറോൺ. HIERON-ഉം NAOS, നാവോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നാവോസ് എന്ന പദം മന്ദിരം, അതായത് ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ അതിന് പ്രാകാരമുണ്ട്, വാതിലുണ്ട്. പ്രാകാരത്തിലാണ് യാഗപീഠവും പിത്തളത്തൊട്ടിയും അതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടെന്നാൽ ഇതിന്റെ അകത്താണ് മന്ദിരം, ദൈവം വസിക്കുന്ന മന്ദിരം. ഈ മന്ദിരത്തിന് മാത്രം പറയുന്ന പദമാണ് നാവോസ്. നമ്മുടെ മലയാളത്തിൽ അതിന് മന്ദിരം എന്ന് പറഞ്ഞു. എന്നാൽ ഹീറോൺ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അത് വാസ്തവത്തിൽ എല്ലാ ഭാഗവും, കോർട്ടിനെയും ആ ഭാഗത്തെ മുഴുവൻ ഉദ്ദേശിച്ച് മൊത്തത്തിൽ അതിന് വന്നിരിക്കുകയാണ് ഹീറോൺ എന്ന പദം. ഈ നാവോസ് എന്ന പദം ആ മന്ദിരം മാത്രം, ദൈവം വസിക്കുന്ന ആ ഇടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് നാവോസ്. ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറയുമ്പോൾ ആ അതിവിശുദ്ധ സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ നിയമ സഭയെന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഒരു പ്രതലമാണ് എന്നുള്ളത്. സാങ്ച്വറി എന്ന് പറഞ്ഞാൽ അത് മന്ദിരം, ഏറ്റവും വിശുദ്ധമായ ഒരു പ്രതലമാണ്. നിങ്ങൾ വിശുദ്ധരായി നിങ്ങളെ സൂക്ഷിപ്പാനായിട്ട് ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 3:15. അത് ഇംഗ്ലീഷിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ. സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയേണ്ടത് എഴുതിയിരിക്കുന്നു. ദ ഹൗസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ചർച്ച് ഓഫ് ദ ലിവിങ് ഗോഡ്. ദ ഹൗസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ചർച്ച് ഓഫ് ദ ലിവിങ് ഗോഡ്. ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വീടെന്ന് പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ വീടെന്ന് പറയുന്നത് ചർച്ച് ഓഫ് ഗോഡ്, ദൈവം വസിക്കുന്ന ഇടമാണ്. ലോകപ്രസിദ്ധനായ ദൈവദാസനാണ് ജയൻ ഡാബി. ജയൻ ഡാബി രേഖപ്പെടുത്തിയത് എനിക്ക് ഇങ്ങനെ വായിപ്പാനായിട്ടിടയായി. ഞാൻ ആ ഭാഗം ഒന്ന് പറയുകയാണ്. ജയൻ ഡാബി ഇങ്ങനെ രേഖപ്പെടുത്തി: God never dealt with Adam innocent, though he visited him, nor with Abraham, though he visited and singularly blessed him. But the moment Israel was redeemed out of Egypt, God came and dwelt among them, the dwelling of God with man in the fruit of redemption. ആദാം കുറ്റം ചെയ്തിട്ടില്ലാത്തവനായിരുന്നെങ്കിലും, ഇന്നസെന്റ് ആയിരുന്നെങ്കിലും, ദൈവം അവന്റെ കൂടെ വസിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവം അവനെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അബ്രഹാം, ദൈവം അവനെ സന്ദർശിച്ചു, കൂടെ വസിച്ചെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ അവനെ അനുഗ്രഹിക്കുകയും അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനത്തെ ദൈവത്തിന് കിട്ടി. കുഞ്ഞാടിന്റെ ചോരയാൽ ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് അവന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവനവരോട് പറഞ്ഞ വാക്ക് നോക്കാം. ദൈവം അനേകരെ പഴയ നിയമത്തിൽ സന്ദർശിച്ചു, പലരെയും ദൈവം അനുഗ്രഹിച്ചു, അവരുടെ കൂടെയൊക്കെ ദൈവം സംസാരിച്ചും ഇടപെട്ടതൊക്കെ വായിക്കുന്നു. എന്നാൽ ദൈവം ആദ്യം വസിപ്പാൻ ഇച്ഛിച്ച ഇടം എവിടെയാണെന്ന് ചോദിച്ചാൽ പുറപ്പാട് ദിവസം 29:46 വാക്യം, 29:46 വാക്യം, 45-46 വാക്യം. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നവനായ അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്നവർ അറിയും.
ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. ഒന്ന് നോക്കിയാട്ടെ, അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രയീം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. That I may dwell among them. That I may dwell among them. ദൈവം എന്തുകൊണ്ട് ആദമിനോട് കൂടെ വസിച്ചില്ലേ? ദൈവം എന്തുകൊണ്ട് അബ്രഹാമിനോട് വസിച്ചില്ലേ? ദൈവം വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തെ കിട്ടിയപ്പോഴാണ് പറയുന്നത് that I may dwell among them. ഞാൻ അവരോടുകൂടെ വസിക്കാൻ. 25-ാം അധ്യായം എടുത്താട്ടെ, പുറപ്പാട് തന്നെ 25:8-9. 25:8-9. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നോക്ക്, ആ വിശുദ്ധ മന്ദിരം, ഈ പദമാണ് പുതിയ നിയമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരമാണ്. നോക്ക്, പുതിയ നിയമസഭ ദൈവത്തിന്റെ മന്ദിരമാണ്. 2 പ്രാവശ്യം പുതിയ നിയമത്തിൽ അത് മന്ദിരമാണെന്ന് രേഖപ്പെടുത്തി കാണാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-17 നമ്മൾ വായിച്ചു. രണ്ടാമത്തേത് നമുക്ക് ആ 2-ാമത്തെ ഭാഗം കൂടെ ഒന്ന് വായിക്കാം. എഫേസ്യർ 2:21 വാക്യം. 2:21 അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാട്ടെ. In whom the whole building being fitted together groweth into a holy temple in the Lord. ദൈവത്തിന് വസിപ്പാൻ ഉതകുന്ന ഒരു വിശുദ്ധ മന്ദിരമായി വളരുന്നു. നോക്കാം, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സഭ വളരുന്നതാണ്. ഈ മന്ദിരം വളരുന്നതാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ വളർച്ച പരിശോധിച്ചാൽ ആത്മിക വളർച്ചയുമുണ്ട്, ഭൗമികമായ എണ്ണത്തിലുള്ള വളർച്ചയുമുണ്ട്. 2 വളർച്ചയുമുണ്ട്. അത് രണ്ടും വളരുന്നതായിട്ട് രേഖപ്പെടുത്തിയായിട്ട് എനിക്ക് തെളിയിപ്പാനായിട്ട് സാധിക്കും. അവർ ഭൗമികമായി വളരുന്നു എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ അവൾ വളരുന്നു. സഭ പെരുകിക്കൊണ്ടിരുന്നു, എണ്ണത്തിൽ അവർ വർദ്ധിച്ചു. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭ എണ്ണത്തിൽ വളരണം. എണ്ണത്തിൽ വളരുമ്പോൾ തന്നെ അവർക്ക് ആത്മിക വളർച്ച ഉണ്ടാകണം. ഇവിടെ ഉപയോഗിച്ച് നോക്കാട്ടെ, അത് വളരുകയാണ്. അവനിൽ കെട്ടിടം യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. എന്തിനാണ് വളരുന്നത്? വളരുന്നത് എന്തിനാണെന്ന് പറയുന്നു. വളരുന്നത് എന്തിനു വേണ്ടിയാണ്? ആസ് എ ഹോളി ടെമ്പിൾ, ഒരു വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഞാൻ ഈ ഭാഗം ഇരുന്ന് ശ്രദ്ധിച്ചു നോക്കി. അതിന് 11-ഉം 12-ഉം വായിച്ചാൽ 2-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം വാക്യത്തില് മുമ്പേ നിങ്ങൾ ഇങ്ങനെയായിരുന്നു, അക്കാലത്ത് നിങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമില്ലാതെ നിങ്ങൾ ജീവിച്ചിരുന്നു. 13 തൊട്ടുള്ള വാക്യം നോക്കി. 11-ഉം 12-ലും വായിക്കുന്നു, നിങ്ങൾ മുമ്പേ അക്കാലത്ത് എന്ന് പറഞ്ഞിട്ട് 13 മുമ്പേ നിങ്ങൾ ഇപ്പോൾ, മുമ്പേ നിങ്ങളായിരുന്നു, ഇപ്പോഴോ? നിങ്ങൾ ഇപ്പോഴെന്താണെന്നാ പറയുന്നത്? അതിന്റെ 20-22 വാക്യത്തില് മുമ്പേ നിങ്ങള് ജഡത്തിന്റെ കയ്യാൽ പരിശോധനയേറ്റവരാൽ അഗ്രഹർമ്മക്കാരെന്ന് നിങ്ങൾ വിളിക്കപ്പെട്ടിരുന്നു, ദൈവത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു, ദൂരസ്ഥരായിരുന്നു. മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ്. രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ അവർ വളരുവാനും സഭ വളരുവാനും ദൈവം ഇടയാക്കി ചേർക്കുകയാണ്. മാത്രമല്ല ഇവിടെ വായിക്കുന്നു, കെട്ടിടം യുക്തമായി ചേരണം, ഫിറ്റ്ലി ഫ്രെയിംഡ്. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, അത് എടുക്കണമെന്ന് എനിക്കുണ്ട്, എടുക്കാൻ നിവൃത്തിയില്ല. ഫിറ്റ്ലി ഫ്രെയിംഡ്, യുക്തമായി ചേർന്നു. പഴയ നിയമത്തിലെ മന്ദിരം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. പഴയ നിയമത്തിലൊരു മന്ദിരം എനിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഏതാണ്ട് 5 ടൺ വെള്ളി ചുവട്, 5 ടൺ വെള്ളി കട്ടികളുടെ മേൽ കതിരുമരം കൊണ്ടുള്ള പലക കഷ്ണങ്ങൾ, മരുഭൂമിയിൽ വെയിൽ കൊണ്ട് കരിഞ്ഞ് വാടിപ്പോകേണ്ടിയ അല്ലെങ്കിൽ കരിഞ്ഞ് കൽക്കരികൾ പോലെ ആയിത്തീരേണ്ടിയ ആ മരം, കതിരമരം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ വളഞ്ഞു പൊളഞ്ഞൊക്കെ നിൽക്കുന്ന ഈ മരങ്ങളെ മുറിച്ചെടുത്ത് പലകൾ കണ്ടിച്ചെടുത്തോണ്ട് വന്ന് അവ മുഴുവൻ തങ്കം പൊതിഞ്ഞ് 2 കാലുമൊക്കെ അതിനുണ്ടാക്കി ഈ വെള്ളിച്ചൂടിൽ അവയെ വെച്ച് 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 ഈ പലകളെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഫിറ്റ്ലി ഫ്രെയിംഡ്. എന്നാലോചിച്ച് നോക്കിയാൽ ആ പലകൾ ഞാനും നിങ്ങളുവാ. നമ്മൾ ഒരിക്കൽ മരുഭൂമിയിൽ മരിച്ചു വീഴേണ്ടതാണ്. അനേക കതിരമരങ്ങളെ മരുഭൂമിയിൽ ഉണ്ടെങ്കിലും അവയിൽ നിന്ന് ചിലതിനെ ദൈവം മുറിച്ചെടുത്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി. മുമ്പേ നിങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ പലകളെ വളവും പുളവും പോടുമൊക്കെ ഉണ്ടെന്നാൽ അവ കാണാതെ തങ്കം കൊണ്ട് അവ പൊതിഞ്ഞു. ഈ തങ്കം കൊണ്ട് പൊതിഞ്ഞപ്പെട്ട പലകൾ ശ്രദ്ധിച്ചാൽ 4 അന്താഴങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഴയ കടകളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ പലകൾ ഇങ്ങനെ വെച്ചിട്ടൊരു കമ്പി അതിനകത്തൂടെ കയറ്റും.
അതുപോലെ ഇതിനും 4 അന്താഴമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു കിഴുത്തയുമുണ്ട്. ഈ 5 വസ്തുതകളാണ് ഈ പലകളെ ഒന്നിച്ചു നിർത്തിയത്. എന്താ ഈ 4 പുറത്ത് കാണുന്നത്? കാണാത്തൊരെണ്ണം അകത്തൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് കാണുന്നില്ലേ? ഈ പലയ്ക്കുള്ളിലൂടെ അത് പോയിരിക്കുന്നത്. എന്നാൽ പലയ്ക്ക് പുറത്ത് 4 ഉണ്ട്. അപ്പോസ്തലർ 2-ാം അധ്യായം എടുത്ത് നോക്കിയാൽ രക്ഷിക്കപ്പെട്ടവർ എന്താ ചെയ്തിരുന്നത്? ഈ 4 കൂട്ടം കാര്യം ചെയ്തിരുന്നു, അല്ലേ? യെസ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ 4 കൂട്ടം കാര്യങ്ങൾ ഒരു സഭയ്ക്കുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? They will be fitly framed. അവ പലകൾ ഒന്നിച്ചു നിൽക്കുന്ന പോലെ അവർ ഒന്നിച്ചു നിൽക്കും. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. എത്ര മനോഹരമായ പഠനമാണെന്ന് നോക്കിയാട്ടെ. അവ ഒന്നിച്ചിങ്ങനെ നിന്നാൽ എന്ത് സംഭവിക്കും? അവ ദൈവത്തിന് വസിപ്പാനുള്ള ഒരു കെട്ടിടമായിരിക്കും. ഓ, ദൈവത്തിൻ്റെ ചിന്ത സഭയെക്കുറിച്ചുള്ളത് അവർണ്ണനീയമാണ്. ദൈവസഭ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളും വാസ്തവത്തിൽ വളരെ മനോഹരമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16 വാക്യത്തില് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. അവൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പണി. റോമലേഖനം 14:20 നമ്മളിങ്ങനെ വായിക്കുന്നത്, ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. ദൈവത്തിന്റെ നിർമ്മാണം, ഡു നോട്ട് ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ഗോഡ്. ദൈവം ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി അവന്റെ സഭയുടെ പണിയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. അത് മൂലഭാഷയിൽ നശിപ്പിക്കും എന്നുള്ള പദം രണ്ടും ഒന്നിച്ചാ വന്നത്. ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളം അതിന്റെ പറയാം. ഇഫ് എനി വൺ ദ ടെമ്പിൾ ഓഫ് ഗോഡ് മാറും ഷാൽ ഗോഡ്. മൂലഭാഷയിൽ ആരെങ്കിലും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിച്ചാൽ നശിപ്പിക്കും അവനെ ദൈവം. അങ്ങനെയാണ് ആ പദം വന്നിരിക്കുന്നത്. ആരെങ്കിലും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിച്ചാൽ നശിപ്പിക്കും ദൈവം അവനെ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അത് നശിപ്പിക്കുവാൻ പാടില്ല, അത് ഡിഫൈൽ ചെയ്യാൻ പാടില്ല, അതിനെ തകർത്ത് കളയുവാൻ പാടില്ല. അത് മറ്റൊരു പഠനമാണ്. കൊരിന്ത്യ സഭയുള്ള ബന്ധത്തിൽ ദുരുപദേശങ്ങൾ അവിടെ കടന്നു വന്നു. കൊരിന്ത്യ സഭയുള്ള ബന്ധത്തിൽ സ്ട്രൈഫ്, ദ്വന്ദ്വപക്ഷങ്ങൾ അവിടെ കടന്നു വന്നു. 3 വളരെ തെറ്റായ പാപങ്ങൾ ആ സഭ വെച്ചു പുലർത്തി. ദൈവത്തിന്റെ സഭ വാസ്തവത്തിൽ അവിടെ നശിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം പറയുകയാണ്, ദൈവം അവനെയും നശിപ്പിച്ചു കളയും. ഒരു വാക്യം കൂടി ഞാൻ അതുള്ള ബന്ധത്തിൽ ഒന്ന് എടുത്തോട്ടെ. 1 കൊരിന്ത്യർ 11:22 ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിക്കുന്നു. ഡിസ്പൈസ് ചെയ്ത ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭയെക്കുറിച്ച് നിങ്ങൾ വളരെ കുറഞ്ഞ ഒരു ചിന്തയാണോ നിങ്ങൾക്കുള്ളത്? അതാണ് അവിടുത്തെ ആശയം. 1 കൊരിന്ത്യർ 11:22 ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ചു. നിങ്ങൾക്ക് ദൈവസഭയെക്കുറിച്ച് വളരെ താഴെയൊരു ചിന്തയാണ് ഉണ്ടായത്. എന്നിട്ടാണ് അതിന്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞത്, ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരെ നിദ്ര കൊള്ളുന്നു. ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിക്കുകയാണോ? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ സഹിക്കേണ്ടി വന്നാലും, ഞാൻ മാറേണ്ടി വന്നാലും, എന്നെ തെറ്റിദ്ധരിച്ചാലും എൻ്റെ ജീവിതം കൊണ്ട് ഒരു സ്ഥലസഭയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ കോർണർ ചെയ്യപ്പെടും, ഒരുപക്ഷെ ഞാൻ കഷ്ടങ്ങൾ അനുഭവിക്കും, ഒരുപക്ഷെ എന്നെ തെറ്റിദ്ധരിക്കുമെന്നാൽ ഇത് ദൈവത്തിൻ്റെ സഭയാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതം കൊണ്ട് ദൈവസഭയെ നശിപ്പിക്കാൻ ഞാൻ തുനിയത്തില്ല. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം തുടർന്നും ചിന്തിക്കാം. സഭയുടെ മഹത്വപൂർണമായ പദവിയും ഔന്നത്യവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഏക കൂട്ടം സ്ഥലസഭകളാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മളെ വിട്ട് ദൈവാത്മാവ് പിരിയുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യവും നമുക്കുണ്ട്. എന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഒരു സമൂഹം എന്ന് പറയുന്നത് സ്ഥലസഭയാണ്. അതാണ് നമ്മൾ ഓർത്തത്. ആദമിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു, അബ്രാഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം ഇറങ്ങി വന്നു, അനേക ഭക്തന്മാരുള്ള ബന്ധത്തിൽ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പുതിയ നിയമത്തിലെ പ്രത്യേക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. മരണം വരെ, ഈ ലോകത്തിൽ നമ്മൾ മാറുന്നത് വരെ നമ്മോട് കൂടെ എന്നുമുണ്ട് ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ സാന്നിധ്യവും.
എന്നാൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ഏക സംഘടന അല്ലെങ്കിൽ കൂട്ടം സ്ഥലസഭയാണ്. ഈ ലോകത്തില് ദൈവജനത്തെ ഇൻസ്ട്രക്ട് ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ജനത്തെ നയിപ്പാനായിട്ടും പഠിപ്പിക്കാനായിട്ടും ഒക്കെയുള്ള ഏക ദൈവമാക്കിയിരിക്കുന്ന ഏക കൂട്ടം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, സംഘടന. സഭയ്ക്ക് ഓർഗനൈസേഷൻ എന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ ശരിയല്ലെന്നാണ് പറയുന്നത്. ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ, ചർച്ച് ഈസ് ആൻ ഓർഗാനിസം. ഒരു ജൈവവസ്തുവാണ് സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഒരു സംഘടനയല്ല. വാസ്തവത്തിൽ സഭയ്ക്ക് മാത്രമേ ദൈവജനത്തെ പഠിപ്പിക്കുവാനും നയിക്കാനും ഇങ്ങനെയൊക്കെ പുതിയ നിയമത്തിൽ അതോറിറ്റി കൊടുത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. രണ്ടാമത് ചിന്തിച്ചാൽ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാനായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് അപ്പീൽ കോർട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലസഭയാണ്. സുവിശേഷന്മാരെ കമന്റ് ചെയ്ത് അയക്കുന്നത് സ്ഥലസഭയാണ്. നോക്കെ, സ്ഥലസഭ അവന്റെ സ്വന്തമാണ്, ഡിവൈൻ ഓണർഷിപ്പ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20:28 വായിക്കുന്നു, സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, എൻ്റെ പൊസസീവ്, മൈ ചർച്ച്. അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല മത്തായി 20:15 നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമല്ലയോ. കർത്താവിൻ്റെതാണ് സഭ, കർത്താവ് വില കൊടുത്ത് മേടിച്ചതാണ്. ആ സഭയുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഇഷ്ടമാണ് നിവർത്തിക്കേണ്ടത്. തിമോഥെയോസിൽ നിന്ന് നമ്മൾ വായിച്ചില്ലേ, ഞാൻ വരുവാൻ താമസിച്ചുപോയാലോ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ എങ്ങനെ വർത്തിക്കണമെന്ന് അറിയേണ്ടതിന് ഇത് എഴുതിയിരിക്കുകയാണ്. നോക്കുക, ആരോ ഒരാൾ ഇങ്ങനെ രേഖപ്പെടുത്തിയാൻ വായിച്ചു, ഇത് ദൈവത്തിൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ മറ്റൊരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൊക്കെ നിവർത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് കൈകടത്തലാണ്. അതുപോലെയാണ് ദൈവസഭ. അവൻ്റെ വീടാണ്, അവൻ്റെ ഭവനമാണ്, അവൻ്റെ നാമത്തിൽ കൂടി വന്ന ഇടമാണ്. അവൻ്റെ അധികാരം മനസ്സിലാക്കി ആ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാൻ സ്ഥലസഭയുള്ള ബന്ധത്തിൽ അല്പം ഊന്നിയെടുത്തതിൻ്റെ കാരണം, നമ്മൾ ജീവിക്കുന്ന ഇന്ന് സ്ഥലസഭയുടെ പ്രാധാന്യത വിട്ടുകളയുന്ന ഒരു കാലഘട്ടം. ഇനിയുള്ള ഭാഗത്തുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഇത് പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ വരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ഞാനും അനുഭവിക്കുന്നുണ്ടെന്നാൽ കർത്താവിനുള്ള ബന്ധത്തിൽ സത്യസന്ധനായി നിൽക്കേണ്ടത് കൊണ്ട് ഈ സത്യം പഠിപ്പിച്ചേ സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എടുക്കാം. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 20 തൊട്ടുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4:20. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് പറഞ്ഞു. യേശുവിനോട് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. നമ്മള് വിഷയം എന്താണ് പിതാവ് ഇച്ഛിക്കുന്ന സത്യാരാധന, എന്താണ് പിതാവ് ഇച്ഛിക്കുന്ന സത്യാരാധന. ഇന്ന് ഈ വിഷയം പഠിക്കാൻ ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചു, ഒരുപാട് അന്വേഷിച്ചു. ചില പ്രത്യേക സാഹചര്യത്തിലുള്ള ബന്ധത്തിലാണ് ഞാനത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നത്. ഞാൻ ദൈവത്തെ ആരാധിച്ചു വന്നു, എന്നാൽ ഈ വിഷയം ഒന്ന് അപഗ്രഥിക്കാനായിട്ട് ശ്രമിച്ചത് ചില സാഹചര്യത്തിലുള്ള ബന്ധത്തിലാണ്. അതിൻ്റെ കാരണം, ഈ തലമുറയിൽ ഒരു വലിയ ഒഴുക്ക് നടക്കുകയാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾ തുറന്ന മനസ്സോടെ എന്നെ സ്വീകരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് എന്നോട് ചോദിക്കാം. ഒരു വലിയ ഒഴുക്ക് വാസ്തവമായ ആരാധനകളിൽ നിന്ന് പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട ആരാധന എന്ന് കരുതുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പാണ് യഥാർത്ഥമായ ആരാധന എന്നൊരു ധാരണ മനുഷ്യ മനസ്സിൽ കടന്നു വന്ന് കഴിഞ്ഞു. ആരാധന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പാണ് മനസ്സിൽ കടന്നു വരുന്നത്. അതാണോ യഥാർത്ഥമായ ആരാധന? ഈ പിതാവ് ആഗ്രഹിക്കുന്ന ആരാധന അതാണോ എന്നുള്ളതാണ് പരിശോധിക്കാൻ പോകുന്നത്. വചനത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ഞാൻ വേറെ എടുക്കത്തില്ലേ. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മാസം 1 തൊട്ട് 4 വരെ ബാംഗ്ലൂരിൽ എൻ്റെ മീറ്റിംഗ് ആയിരുന്നു. അവിടെ ചെറുപ്പക്കാരോട് എനിക്ക് ഇടപെടേണ്ടി വന്നു. അവിടെയും ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, അവരെന്നോട് മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ചോദിച്ചു, ചില ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ ഈ പഠനത്തിന് എന്നെ കൂടുതലായിട്ട് സഹായിച്ചു. ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട് ശുശ്രൂഷയ്ക്കായിട്ട്. ഈ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഈ തലമുറയിൽ ഒരു വലിയ ഒഴുക്ക് യഥാർത്ഥമായ ആരാധനകളിൽ നിന്ന് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നീട് ഒരു കൂട്ടം ആളുകൾ
റൈച്വലിസ്റ്റിക് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആചാരപരമായ ഒരു ആരാധനയിൽ മുഴുകിയിരിക്കുന്നുണ്ട്. റൈച്വലിസ്റ്റിക് വർഷിപ്പ്, ആചാരപരമായ ആരാധന. തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. വലിയ കത്തീഡ്രൽസും വലിയ ദേവാലയങ്ങളും അതിൻ്റെ ഉള്ളിൽ മനുഷ്യനെ ഭക്തി നിർഭരമാക്കുന്ന അനേക കാര്യങ്ങളും പൗരോഹിത്യ സാന്നിധ്യവും നോക്കുക. അവിടെയുള്ള ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ മനുഷ്യ മനസ്സിലൊരു ഒരു 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 സ്പർശനമുളവാക്കുന്ന വിധത്തിലുള്ള ഒരു ആരാധന വാസ്തവത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുതപ്പെട്ട ആരാധന ക്രമങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണോ അവർ പറയും ഇതാണ് ശരിയായിട്ടുള്ള ആരാധന. കരിസ്മറ്റിക് പ്രൈസ് ആൻഡ് വർഷിപ്പ്, പെന്റിക്കോസ്റ്റൽ വർഷിപ്പ് മറ്റൊരു ഭാഗം ഇങ്ങനെ കടന്നു വരുന്നു. അവരവകാശപ്പെടുന്നു ഞങ്ങളാണ് യഥാർത്ഥമായ ആരാധന കഴിക്കുന്നവരെന്ന് അവരവകാശപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ തുറന്ന് സംസാരിക്കും. ഇങ്ങനെ ലോകത്തിൽ നിന്ന് വിവിധമായ ആരാധനകൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ യഥാർത്ഥമായി നമ്മളിവിടെ ഓർത്തതുപോലെ സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അങ്ങനെയുള്ളവരെ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുക, ഇച്ഛിക്കുകയാണ്. അങ്ങനെ വേറൊരു കൂട്ടര് വലിയ ഒന്നുമില്ലേ, ആകപ്പാടെ ചെന്നാൽ ഒരു അപ്പവും മീഞ്ഞും വെച്ചിട്ടുണ്ട്, ഇതിന് ചുറ്റുമൊക്കെ ഇരുന്ന് കുറേ നേരമൊക്കെ മിണ്ടാതിരിക്കും. ചിലപ്പം എല്ലാവരുമൊക്കെ മിണ്ടും, ചില പാട്ടൊക്കെ പാടും. അവരിങ്ങനെ കുറേ സമയമൊക്കെ ചെലവഴിച്ച് അവരും കടന്നു പോകും. ഇതാണോ ആരാധന? ഇവിടെ എന്തോ ആ ജീവനുണ്ടോ? ഒന്നുമില്ലേ? ഇതാണോ ആരാധന? ഏതാണ് ആരാധന? ഇന്ന് ഇവിടെ നമ്മൾ വായിച്ചതുപോലെ പിതാവ് ഇച്ഛിക്കുന്ന ആരാധന എന്താണ്? ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത് മനസ്സിലാക്കാനായിട്ടും അത്ര എളുപ്പമല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ വചനത്തിന്റെ അകവും പുറവും എന്ന് എടുത്തിട്ട് പരിശോധിച്ചെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലായനെ. അതുകൊണ്ടാണ് ഇന്നത്തെ അനേക ചെറുപ്പക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ലാതെ വന്നുപോയി. പക്ഷേ അറിഞ്ഞവർക്കൊരു കടമയുണ്ടല്ലോ, ഇത് പറഞ്ഞു കൊടുക്കാൻ. അത് പറയേണ്ടത് ആവശ്യമായിരിക്കുന്നു, പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ തലമുറയിൽ ദാവീദിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പോലെ തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ പ്രവചനമൊക്കെ പ്രസംഗിച്ച് കിടക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഈ വിഷയങ്ങൾ ഇനി പഠിപ്പിക്കണം എന്നെൻ്റെ മനസ്സിൽ പ്രേരണ തോന്നി. അങ്ങനെ എൻ്റെ സമയത്തിൻ്റെ ഒരു നല്ല ഭാഗം ഇപ്പോൾ ഈ ഉപദേശ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വന്നാലറിയാൻ രാവും പകലും വാസ്തവത്തിൽ എൻ്റെ ചിന്തയിലും എൻ്റെ ഊണിലും ഉറക്കലും ഈ വിഷയങ്ങൾ വാസ്തവത്തിൽ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. നോക്കാം, നമുക്കിനി ഈ വിഷയത്തിലേക്ക് വരാം. വാട്ട് ഈസ് ട്രൂ വർഷിപ്പ്? നമ്മൾ ഒന്ന് അപഗ്രഥിച്ചാട്ടെ ഈ വിഷയങ്ങളെ. അപഗ്രഥിച്ചാൽ ഇന്ന് കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ആരാധനകൾ, ഒന്ന് റൈച്വലിസ്റ്റിക് വർഷിപ്പ്, അതായത് ആചാരപരമായ ആരാധനയും അല്ലാത്ത ആരാധനയും. അല്ലാത്ത ആരാധനയിലാണ് ബാക്കിയെല്ലാം വന്നിരിക്കുന്നത്. ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ആചാരപരമായ ആരാധന, റൈച്വലിസ്റ്റിക് വർഷിപ്പ്, പഴയ നിയമ ഏടുകളുള്ള പലതിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ആരാധനയ്ക്കൊരു ആലയമുണ്ട്, പഴയ നിയമത്തിൽ ഒരു വിശുദ്ധ സ്ഥലമുണ്ട്, പഴയ നിയമത്തിൽ അവിടെ പുരോഹിതന്മാരുണ്ട്, പഴയ നിയമത്തില് അവിടെ ഒരു മഹാപുരോഹിതനുണ്ട്, പഴയ നിയമത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആ പുരോഹിതന്മാർക്ക് വസ്ത്രങ്ങളുണ്ട്. ഏതാണ്ട് ആചാരപരമായ ആരാധന നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പഴയ നിയമ പ്രമാണങ്ങളോട് ഏതാണ്ടൊക്കെ ഒരു പാരലൽ അല്ലെങ്കിൽ അതിനോട് എന്തോ ഒരു സമത്വമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ട്രൂ വർഷിപ്പ്, യഥാർത്ഥമായ ആരാധന, ഈ പഴയ നിയമ ആചാരങ്ങളൊക്കെ അതൊരു അല്യൂഷൻ അല്ലെങ്കിൽ അത് യഥാർത്ഥമായ ആരാധനയെ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപലകൾ മാത്രമാണ്. യെസ്, ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്നവർ ഇത് മനസ്സിലാക്കണം. പഴയ നിയമ ആചാരങ്ങളെ ആസ്പദമാക്കി ആചാരപരമായ ആരാധനകൾ ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ ദേവാലയങ്ങളും അൾത്താരകളും പുരോഹിതന്മാരും അവിടെയുള്ള ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ഏതാണ്ട് അതിനോട് സമാന്തരമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു പലതും. എന്നാൽ യഥാർത്ഥ ആരാധന അവയൊന്നും കാണുന്നില്ല. എന്നാൽ അവിടെ പറയുന്ന പലതും യഥാർത്ഥ ആരാധന എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഉപകരിക്കുന്നു. ഞാൻ ദൃഷ്ടാന്തങ്ങൾ പറയാം. നമ്മൾ ഉദാഹരണമായിട്ടെടുത്താൽ ഇവിടെ ദേവാലയമൊന്നുമില്ലേ, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരു വീട്ടിലായിരിക്കും. അവിടെ പ്രത്യേകിച്ച് ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലങ്ങളൊന്നുമില്ല പഴയ നിയമം പോലെ. എന്നാൽ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ വചനത്തിൽ അനേക ആവർത്തി പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം നിങ്ങളില് വസിക്കുന്നു. എബ്രായലേഖനം 8-ാം അധ്യായം, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ പഴയ മഹാപുരോഹിതൻ നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു.
നമുക്കെന്നൊരു മഹാപുരോഹിതനായിട്ടൊരു വ്യക്തിയില്ലെങ്കിലും ഒരു മഹാപുരോഹിതൻ പഴയ നിയമത്തിലുള്ളത് ഇന്ന് നമ്മുടെ മഹാപുരോഹിതനെ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ നമ്മൾ കടന്നു വന്നാൽ പുരോഹിതന്മാർ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ നാം അവന്റെ രാജകീയ പുരോഹിത വർഗമാണ്. നമ്മെ അവന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി നമ്മളെ പുരോഹിതന്മാരാക്കി. പഴയ നിയമത്തിൽ യാഗങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്തോത്രം എന്ന യാഗങ്ങൾ അർപ്പിക്കുന്നു.